അഴിമതിക്കെതിരെയുള്ള ജനകീയ പ്രക്ഷോഭങ്ങളുടെ ചൂളയിൽ നിന്നുമാണ് അരവിന്ദ് കെജ്രിവാളും കൂട്ടരും ആം ആദ്മി പാർട്ടി എന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വൻ ശക്തിയെ കെട്ടിപ്പടുത്തത്. കൃത്യം ഒരു പതിറ്റാണ്ടുപുറം അതേ ഡൽഹിയുടെ മണ്ണിൽ മറ്റൊരു രാഷ്ട്രീയ വിപ്ലവത്തിന് തിരികൊളുത്തുകയാണോ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ചോദ്യമാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ഉയർത്തുന്നത്. ഡിജിറ്റൽ ലോകത്തെ വൻ ജനപ്രീതിയിൽ നിന്ന് തെരുവിന്റെ പോരാട്ട വീര്യത്തിലേക്ക് ചുവടുവെക്കുന്ന ഈ പ്രസ്ഥാനം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ഡൽഹിയിൽ വൻ പ്രതിഷേധത്തിനാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ അഭിജിത് ദീപ്കെ ജൂൺ 6-ന് ഇന്ത്യയിൽ തിരിച്ചെത്തി സമരത്തിന് നേരിട്ട് ചുക്കാൻ പിടിക്കുമെന്ന് പ്രഖ്യാപിച്ചതോടെ തലസ്ഥാന നഗരി ഒരു പുതിയ രാഷ്ട്രീയ ഉദയത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. ദേശീയതലത്തിൽ പരീക്ഷാ നടത്തിപ്പിലുണ്ടായ തുടർച്ചയായ പരാജയങ്ങളും ചോദ്യപേപ്പർ ചോർച്ചയും ദശലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെയും ഉദ്യോഗാർത്ഥികളുടെയും ഭാവിയാണ് അനിശ്ചിതത്വത്തിലാക്കിയത്. ഈ യുവജനരോഷത്തെ കൃത്യമായി കോർത്തിണക്കിക്കൊണ്ടാണ് കോക്രോച്ച് ജനതാ പാർട്ടി തെരുവിലേക്കിറങ്ങുന്നത്. അണ്ണാ ഹസാരെ സമരകാലത്ത് പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾ കെജ്രിവാളിനെയും കൂട്ടരെയും നിസാരക്കാരായി കണ്ടതുപോലെ ഡിജിറ്റൽ ലോകത്തെ ഈ പാറ്റ വിപ്ലവത്തെയും അധികാരികൾക്ക് തള്ളിക്കളയാനാകില്ല. യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും വികാരങ്ങളെ ജ്വലിപ്പിച്ചുകൊണ്ട് ഇവർ നടത്തുന്ന നീക്കം ഭരണകൂടത്തിന് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. തന്റെ ഇൻസ്റ്റഗ്രാം വീഡിയോയിലൂടെയാണ് ജൂൺ 6 ശനിയാഴ്ച രാവിലെ താൻ ഡൽഹി വിമാനത്താവളത്തിൽ ഇറങ്ങുമെന്ന് അഭിജിത് ദീപ്കെ വ്യക്തമാക്കിയത്. അവിടെ ഒത്തുചേരുന്ന വിദ്യാർത്ഥികളോടും അനുയായികളോടും ഒപ്പം പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലെത്തി ജന്തർ മന്ദറിൽ സമാധാനപരമായി പ്രതിഷേധിക്കാനുള്ള അനുമതി തേടുമെന്ന് അദ്ദേഹം അറിയിച്ചു. നമ്മൾ ഒന്നിച്ച് ശബ്ദമുയർത്തിയാൽ അവർക്ക് തീർച്ചയായും അത് കേൾക്കേണ്ടി വരും എന്ന അഭിജിത്തിന്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ഇതിനകം തന്നെ കനത്ത തരംഗമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു കാലത്ത് വെറുമൊരു സോഷ്യൽ മീഡിയ ചലനമായി രൂപം കൊണ്ട ഈ കൂട്ടായ്മ ഇന്ന് ഒട്ടനവധി പൊതുപ്രവർത്തകരും പ്രമുഖരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള വലിയൊരു പ്രസ്ഥാനമായി വളർന്നിരിക്കുകയാണ്. കേവലം ഒരു പ്രതിഷേധ പ്രകടനത്തിനപ്പുറം രാജ്യത്തെ വിദ്യാഭ്യാസ രംഗത്തെ അനാസ്ഥകൾക്കെതിരെ കൃത്യമായ മറുപടിയും ഭരണഘടനാപരമായ ഉത്തരവാദിത്വവും സർക്കാരിൽ നിന്ന് ഈ പാർട്ടി ആവശ്യപ്പെടുന്നു. ഡിജിറ്റൽ സ്പേസിലെ ഈ ജനപിന്തുണ തെരുവിലെ ജനക്കൂട്ടമായി പരിവർത്തനം ചെയ്യപ്പെട്ടാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ പരമ്പരാഗത സമവാക്യങ്ങളെല്ലാം തന്നെ മാറിമറിയും. ആം ആദ്മി പാർട്ടിയുടെ ആദ്യകാല സമരങ്ങളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെയും നീക്കങ്ങൾ. ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളെ മുൻനിർത്തി രൂപപ്പെടുന്ന ഇത്തരം സ്വതന്ത്ര മുന്നേറ്റങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിന് പുതിയ ദിശാബോധം നൽകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പരീക്ഷാ തട്ടിപ്പുകളിൽ മനം മടുത്ത സാധാരണക്കാരായ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഈ പ്രസ്ഥാനം ഒരു പുതിയ പ്രതീക്ഷയാവുകയാണ്. ജൂൺ 6-ന് ജന്തർ മന്ദറിൽ ആരംഭിക്കുന്ന ഈ സമാധാനപരമായ പോരാട്ടം ഇന്ത്യൻ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ മറ്റൊരു ചരിത്രപരമായ നാഴികക്കല്ലാകുമോ എന്ന് കാത്തിരുന്നു തന്നെ കാണേണ്ടിവരും. ഈ വാർത്തയുടെ പൂർണ്ണ വിശദാംശങ്ങൾ അറിയാൻ ദ ഹാലി ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. ലിങ്ക് ഇൻ ബയോ.